നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കർഷക യൂണിയൻ അറക്കുളം മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക ദിനാചരണം കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ നവീകരിച്ച സ്ഥാപനം തൊടുപുഴ പാലാ റോഡിൽ ഗാന്ധി സ്ക്വയറിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ YWCAയുടെ നേതൃത്വത്തിൽ ഇൻസ്പയർ ആൻഡ് ഇഗ്നൈറ്റ്സ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. YWCA നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആനി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദസഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചയൊരുക്കി തൊടുപുഴ ഒളമറ്റം ഉറവപ്പാറ മലനിരകളിൽ പൂപ്പാടം. ഉറവപ്പാറയ്ക്ക് മുകളിലെ പത്മ വില്ലേജിലാണ് ഓണപ്പൂക്കളം ഒരുക്കുന്നതിനായി നട്ടുവളർത്തിയിട്ടുള്ള പൂപ്പാടം ഏവരെയും ആകർഷിക്കുന്നത്. വാർത്തകൾ വിശദമായി. കേരള കർഷക യൂണിയൻ അറക്കുളം മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക ദിനാചരണം വ്യത്യസ്തമായ അനുഭവമായി മാറി. മൂലമറ്റം ഗ്രീൻ ടീ ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക സമ്മേളനം കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു. കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തി കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചുകൊണ്ട് കേരള കർഷക യൂണിയൻ അറക്കുളം മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക ദിനാചരണം വ്യത്യസ്ത അനുഭവമായി മാറി. ടോജി തേക്കുംകാട്ടിൽ, സിസിലി ഇലവുമാക്കൽ, കുര്യാക്കോസ് കട്ടങ്ങാകുളം, സുജാത കുന്നനാംകുഴിയിൽ, ടോമി മൂലേച്ചാലിൽ, ഷാജി പഞ്ഞിക്കുന്നേൽ, എബിൻ മഞ്ഞക്കുന്നേൽ എന്നിവരെയാണ് നേതാക്കൾ കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തി മൊമെന്റോ നൽകി ആദരിച്ചത്. മൂലമറ്റം ഗ്രീൻ ടീ ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക സമ്മേളനം കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പാല അടക്കമുള്ള പ്രദേശത്ത് പിന്നെ അറക്കുളം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു കൃഷിയായിരുന്നു. ഏറ്റവും കൂടുതൽ നാളികേരം വീഴുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു 10-400 തേങ്ങ ഒരു വർഷം ഒരു തെങ്ങിൽ നിന്ന് കിട്ടിയിരുന്നു. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ വീഴുന്ന ഒരു പ്രദേശമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചുള്ള ഈ അറക്കുളത്തിൻ്റെയും പുള്ളിയാട്ടത്തിൻ്റെയും മലയോര മേഖലയായിട്ട് ഏറ്റവും കൂടുതൽ നെല്ലിക്ക പറയുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ തൊടുപുഴ ജില്ലയിൽ നെല്ലിക്ക മുഴുവൻ എന്ന് പറഞ്ഞ പോലെ വിറ്റഴിക്കപ്പെടുന്നത് ഇവിടുന്നായിരുന്നു. കശുവണ്ടി ഈ പ്രദേശത്ത് ലോഡ് കണക്കിന് കശുവണ്ടിയാണ് ഈ പ്രദേശത്ത് പോയിരുന്നത്. പാക്കാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പാക്ക് വെച്ചശാല കേന്ദ്രം എന്ന് പറയുന്നത് കാഞ്ഞാറായിരുന്നു. അപ്പോൾ കാർഷിക മേഖലയിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയോടുകൂടി കൃഷി ചെയ്യാൻ പറ്റാത്തത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ്. കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷനായി. KSC സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ്, കർഷക യൂണിയൻ ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസുകുട്ടി തുടിയമ്പ്ലാക്കൽ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AD മാത്യു അഞ്ചാനി, ഫാദർ ജോൺസൺ വടക്കേപ്പറമ്പിൽ, സാം ജോർജ്, റെനി മാണി, ലൂക്കാച്ചൻ മൈലാഡൂർ, കുര്യൻ കാക്കപ്പയ്യാനി, TC ചെറിയാൻ, ജലാൽ കുന്തിപ്പറമ്പിൽ, സിസിലി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച കർഷക കൂട്ടായ്മ ദേശീയ ഗാനത്തോടെ സമാപിച്ചു. നാടൻ ഭക്ഷണം ക്രമീകരിച്ചിരുന്നത് നവ്യ അനുഭവമായി. ജയ 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 ജയ. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയിൽ വെച്ച് നടന്നു. അറക്കുളം സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് SN സുഭാഷ് അധ്യക്ഷത വഹിച്ച യോഗം KSSPU ജില്ലാ കമ്മിറ്റി അംഗം S രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 32ാം സംസ്ഥാന സമ്മേളനത്തിന്റെ നടപടികളും തീരുമാനങ്ങളും വിശദീകരിക്കുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനും നവാഗതരെ ആദരിക്കുന്നതിനുമായി ചേർന്ന അറക്കുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയിൽ വെച്ച് നടന്നു. അങ്ങനെ ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ സംഘടന 32ാമത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ജൂലൈ മാസം 26 മുതൽ 29 വരെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് വായിച്ച് അവതരിപ്പിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ശേഷം നമ്മുടെ സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ PN വാസവനാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ നമ്മുടെ സംഘടനയുടെ പ്രസക്തിയും പെൻഷൻ സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിക്കും. അതായത് നമ്മളെപ്പോലെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ആധികാരികം നമ്മളെക്കാൾ ഉപരിയായിട്ടോ അറിവുള്ള ഒരു വ്യക്തി പ്രസന്റ് ചെയ്യുന്ന മാതിരി തന്നെ കാര്യങ്ങളൊക്കെ ഒരു നല്ല പ്രസംഗം അദ്ദേഹം പറഞ്ഞു. അറക്കുളം സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് SN സുഭാഷ് അധ്യക്ഷനായി. KSSPU ജില്ലാ കമ്മിറ്റി അംഗം S രാജീവ് യോഗം ഉദ്ഘാടനം ചെയ്തു. KSSPU ജില്ലാ കമ്മിറ്റി അംഗവും അറക്കുളം ബ്ലോക്ക് പ്രസിഡന്റുമായ MK ശിവൻകുട്ടി അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ, അറക്കുളം ബ്ലോക്ക് കമ്മിറ്റി അംഗം PN വിജയൻ, ജില്ലാ കമ്മിറ്റി അംഗം VK ഗോപാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നവാഗതരായവരെ പൂക്കൾ നൽകി ആദരിച്ചു. മോളി PS ഗാനം ആലപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അറക്കുളം സൗത്ത് യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് 35,000 രൂപ യൂണിറ്റ് കൺവെൻഷനിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാറിനെ ഏൽപ്പിച്ചു. KS സാവിത്രി, KP വിജയലക്ഷ്മി എന്നിവർ ചർച്ചകൾ നയിച്ചു. MK ശിവൻകുട്ടി ചർച്ചകൾക്ക് മറുപടി നൽകി. അറക്കുളം സൗത്ത് യൂണിറ്റ് സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ C വിനോബ സ്വാഗതവും PR പുഷ്പവല്ലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ നവീകരിച്ച സ്ഥാപനം തൊടുപുഴ പാല റോഡിൽ ഗാന്ധി സ്ക്വയറിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ജോസ് മഠത്തിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രതിനിധി KM ബാബു ഏറ്റുവാങ്ങി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലയായ നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ നവീകരിച്ച പുസ്തകശാല തൊടുപുഴ പാല റോഡിൽ ഗാന്ധി സ്ക്വയറിന് സമീപം പ്രവർത്തനം തുടങ്ങി. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ സമ്മാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ അർത്ഥാശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും, അറിവാണെന്ന്. നമുക്ക് വായനയിലൂടെയാണ് ധാരാളം അറിവുകൾ ലഭിക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ, ഇന്ന് സമൂഹത്തിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ നമുക്ക് അറിവ് നൽകുന്നവരാണ്. അത് ഈ ദിവസങ്ങൾ, ഇനി വരുന്ന എല്ലാ ദിവസങ്ങളും ഏറ്റവും നല്ല ഒരു നാളെ ആവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും മുനിസിപ്പൽ കൗൺസിലർ ജോസ് മഠത്തിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രതിനിധി KM ബാബു ഏറ്റുവാങ്ങി. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രസ്ഥാനമാണ് സാഹിത്യ പ്രവർത്തന സഹകരണ സംഘം NBS. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക രംഗത്ത് കേരളത്തെ പടുത്തുയർത്തുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച സ്ഥാപനമാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഐക്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് ചെയർമാനും അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമെല്ലാമായിരുന്ന ശ്രീ PK ഹരികുമാർ സാറാണ്. നല്ല പ്രവർത്തനത്തിലൂടെ ഇതിനെ കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്, NBSന്, ഈ വിൽപ്പനശാലയ്ക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മത്തച്ചൻ പുരയ്ക്കൽ, അഡ്വക്കേറ്റ് H കൃഷ്ണകുമാർ, SPCS സ്പെഷ്യൽ ഓഫീസർ S സന്തോഷ് കുമാർ, നാഷണൽ ബുക്ക് സ്റ്റാൾ മാർക്കറ്റിംഗ് മാനേജർ G പിബിൻ എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കടത്തലക്കുന്നേലിന്റെ അധ്യക്ഷതയിൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്ര ബിന്ദു കൃഷി ഭവനുമായി ബന്ധപ്പെട്ട പദ്ധതി വിശദീകരിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് കർഷക ദിനാചരണം നടത്തുകയും പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കടത്തലക്കുന്നേലിന്റെ അധ്യക്ഷതയിൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്ര ബിന്ദു കൃഷിഭവനുമായി ബന്ധപ്പെട്ട പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ബിജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ദേവസ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ പൂച്ചക്കുഴി, മെമ്പർമാരായ സൗമ്യ സാജിബിൻ, ബിജോയ് ജോൺ, മാത്യു പാലംപറമ്പിൽ, ടെസി സതീഷ്, റെൻസി സുനീഷ്, റെജി ഗോപി, കൃഷി ഓഫീസർ അശ്വതി ദേവ്, കൃഷി അസിസ്റ്റന്റ് ജിജേഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി രേണുകാദേവി അമ്മാൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർമാർ എന്നിവർ പങ്കെടുത്തു. മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട മാത്യു ദേവസ്യ പാറപ്പുറത്ത്, NM ജോസഫ് ഞുണ്ടിമാക്കൽ, TA ജേക്കബ് നടത്തിപ്ലാക്കൽ, വൈഗാലക്ഷ്മി KL കൊച്ചാനിമുട്ടിൽ എന്നിവരെ പൊന്നാടി അണിയിച്ചും മൊമന്റോയും ക്യാഷ് അവാർഡും നൽകിയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മുട്ടം. തൊടുപുഴ YWCAയുടെ നേതൃത്വത്തിൽ ഇൻസ്പയർ ആൻഡ് ഇഗ്നൈറ്റ്സ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ YWCAയുടെ പുതിയ പദ്ധതിയായ സ്മാർട്ട് മായുടെ ഉദ്ഘാടനവും നടന്നു. YWCA നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആനി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ YWCA പ്രസിഡന്റ് സിനി തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സംഘടനയുടെ നേതൃത്വത്തിൽ ചെടികൾ നട്ടും പെയിന്റിംഗ് ചെയ്തും മനോഹരമാക്കിയ ട്രാഫിക് ഐലൻഡിന്റെ ഉദ്ഘാടനവും നടന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ബിജിമോൾ തോമസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തൊടുപുഴ YWCAയുടെ നേതൃത്വത്തിൽ ഇൻസ്പയർ ആൻഡ് ഇഗ്നൈറ്റ്സ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. തൊടുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ YWCAയുടെ പുതിയ പദ്ധതിയായ സ്മാർട്ട് മാ ഉദ്ഘാടനവും നടന്നു. YWCA നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആനി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അമ്മമാർ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം സ്പെഷ്യലി ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്പെഷ്യൽ മദേഴ്സ് പറയാനാണ്. കാരണം നിങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്പെഷ്യൽ മദേഴ്സാണ്. നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും സപ്പോർട്ടും മാത്രമാണ്. ഇത് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. ഇപ്പം ടീന പറഞ്ഞതുപോലെ it's impossible to be such moms unless you give. നമ്മൾ ഹൃദയത്തിന് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ ദിവസം ഇതൊരു ബിഗ് സെലിബ്രേഷൻ തരുന്നു. ദൈവം തന്നിരിക്കുന്ന ഒരു ഭയങ്കര കഴിവാണ് ഓരോ അമ്മയ്ക്കും തൻ്റെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്ത് കെയർ എടുത്ത് വളർത്താനുള്ള ക്ഷമയും സാഹചര്യം സപ്പോർട്ട് കൊടുക്കാനുള്ള കഴിവ് ദൈവം എല്ലാ അമ്മമാർക്കും തന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് 4 ഇരട്ടി ആയിട്ടായിരുന്നു നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാരണം അത്രമാത്രം ഡിമാൻഡിങ് ആണ് നിങ്ങളുടെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ബിഗ് സല്യൂട്ട് ടു യു. സമൂഹത്തിൽ ആരോഗ്യപരവും മാനസികപരവുമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. വി എംപവർ ലിവിംഗ് നോ വൺ ബിഹൈൻഡ് എന്ന തീമിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. സാമ്പത്തികമായും മാനസികമായും അവരെ പിന്തുണയ്ക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തൊടുപുഴ YWCA പ്രസിഡന്റ് സിനി തോമസ് അധ്യക്ഷയായി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സംഘടനയുടെ നേതൃത്വത്തിൽ ചെടികൾ നട്ടും പെയിന്റിംഗ് ചെയ്ത് മനോഹരവുമാക്കിയ ട്രാഫിക് ഐലൻഡിന് ഉദ്ഘാടനവും നടന്നു. വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ബിജിമോൾ തോമസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പ്രോജക്ട് കോർഡിനേറ്റർ മേരി ആന്റണി, ബിന്ദു ഡെന്നി, ഡോക്ടർ ഷൈനി ഡാനിയൽ, നിജ ബെന്നി, അഡ്വക്കേറ്റ് പ്രസില്ല ജോയൽ, ആൻസമ ജോർജ്, ജെസ്സി സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് YWCA യൂത്ത് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു.
ബ്യൂറോ, തൊടുപുഴ. വിനോദസഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചയൊരുക്കി തൊടുപുഴ ഒളമറ്റം ഉറവപ്പാറ മലനിരകളിൽ പൂപ്പാടം. ഉറവപ്പാറയ്ക്ക് മുകളിലെ പത്മ വില്ലേജിലാണ് ഓണപ്പൂക്കളം ഒരുക്കുന്നതിനായി നട്ടുവളർത്തിയിട്ടുള്ള പൂപ്പാടം ഏവരെയും ആകർഷിക്കുന്നത്. 40 സെന്റ് സ്ഥലത്ത് 2000-ഓളം ബന്ദിപ്പൂക്കളാണ് വിരിഞ്ഞിരിക്കുന്നത്. മഞ്ഞയും ഓറഞ്ച് നിറവും ഇടകലർന്ന് വിരിഞ്ഞിരിക്കുന്ന പൂപ്പാടം കാണാനായി നിരവധി ആളുകൾ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ഉയരം കുറഞ്ഞ ഹൈബ്രിഡ് ഇനമാണ് ഇവിടെ നട്ടുവളർത്തിയിരിക്കുന്നത്. പത്മ വില്ലേജ് ഉറവപ്പാറയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. മണ്ണ് ഇവിടെ പാറ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ്. അപ്പോൾ അത് മഴ പെയ്താലും കട്ട പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ സീസണൽ കൃഷികൾ മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ പല കൃഷികളെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഇവിടെ കാറ്റുള്ളതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞ കൃഷികൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡ് ബന്ദികൾ കിട്ടാനുണ്ട്. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ വിത്തുകൾ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഒരു 1000-ഓളം 2 കളറും 1000-ഓളം ബന്ദികളാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നല്ല വിളവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്ലാനിംഗ് ഉണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ സാധാരണ തമിഴ്നാട്ടിലാണ് ഇത്തരം പൂപ്പാടങ്ങൾ കാണാറുള്ളത്. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം റൂട്ടിൽ 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഉറവപ്പാറ മലനിരയുടെ താഴ്വാരത്ത് എത്താം. ഇവിടെ നിന്ന് പാറമുകളിലെ പത്മ വില്ലേജിൽ എത്തിയാൽ ഏവർക്കും നയനമനോഹരമായ കാഴ്ചയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ തന്നെ റിസോർട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നതിനായിട്ട്, അതായത് വൈകിട്ട് സൂര്യാസ്തമനം കാണുന്നതിനും രാവിലെ സൂര്യോദയം കാണുന്നതിനുമായിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവർക്ക് നല്ലൊരു ദൃശ്യാനുഭൂതിയായിരിക്കും. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒത്തിരി പേര് ഇവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തൊടുപുഴ നഗരത്തിന്റെ വിദൂര ദൃശ്യം കാണാൻ കഴിയുന്ന പാറയുടെ മുകളിലാണ് പത്മ വില്ലേജ്. ഡെസ്റ്റിനേഷൻ ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് പത്മ വില്ലേജ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റിയുടെ 3ാമത്തെ നീതി മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ ലാബ് കളക്ഷൻ സെന്റർ, സർക്കാർ കുപ്പിവെള്ളം, ഹില്ലി അക്വ വിതരണ കേന്ദ്രം എന്നിവ മുതലക്കൊടുത്ത് പള്ളിക്കുന്നേൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് MJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 1966 പ്രവർത്തനം ആരംഭിച്ച തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇന്ന് വളർച്ചയുടെ പാതയിൽ മുന്നേറുകയാണ്. തൊടുപുഴ താലൂക്കിലെ റബ്ബർ കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റി ഇന്ന് ജനോപകാരപ്രദമായ വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനം വിപുലീകരിച്ചിട്ടുണ്ട്. നിലവിൽ സൊസൈറ്റിയുടെ 2 മെഡിക്കൽ സ്റ്റോറുകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള മരുന്നുകൾ 6 വർഷമായി വിറ്റുവരുന്നു. തൊടുപുഴ താലൂക്ക് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റിയുടെ 3ാമത്തെ നീതി മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ ലാബ് കളക്ഷൻ സെന്റർ, സർക്കാർ കുപ്പിവെള്ളം, ഹില്ലി അക്വ വിതരണ കേന്ദ്രം എന്നിവ മുതലക്കൊടുത്ത് പള്ളിക്കുന്നേൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾക്ക് വലിയൊരു സേവനമാണ്. കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ ലാബ് ടെസ്റ്റിങ്ങിനുള്ള സൗകര്യം മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ വിവിധങ്ങളായ സേവനങ്ങളെപ്പറ്റി ജയിക്കും ഇവിടെ പറഞ്ഞ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാര്യം മുതൽക്കോടത്തുള്ള ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ അവസരത്തിൽ സ്ഥാപനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപനം. സൊസൈറ്റി പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷനായി. തൊടുപുഴ താലൂക്ക് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റി പഴയ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി അതിൻ്റെ 3ാമത്തെ നീതി മെഡിക്കൽ സ്റ്റോർ ഇവിടെ തുടങ്ങിയാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഈ രംഗത്ത് വലിയ സുത്യർഹമായിട്ടുള്ള സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ വില കുറച്ച് മരുന്ന് കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഈ നീതി മെഡിക്കൽ സ്റ്റോറിലൂടെ ഉണ്ടാക്കി എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക്
ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജശേഖരൻ, തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ VN ഗീത, അസിസ്റ്റന്റ് ഡയറക്ടർ KP സുനിത, മുനിസിപ്പൽ കൗൺസിലർമാരായ സനീഷ് ജോർജ്, ജോർജ് ജോൺ, സനു കൃഷ്ണൻ, ഷഹന ജാഫർ, മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ പോൾ ഇടത്തൊട്ടിയിൽ, മുതലക്കോടം SCB പ്രസിഡന്റ് MN മനോഹർ, തൊടുപുഴ സഹകരണ ആശുപത്രി പ്രസിഡന്റ് KR ഗോപാലൻ, മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് MS നാരായണൻ നായർ സ്വാഗതവും ബോർഡ് മെമ്പർ PS ഫിലിപ്പ് നന്ദിയും പറഞ്ഞു. നീതി മെഡിക്കൽ ലാബ് കളക്ഷൻ സെന്റർ വഴി എല്ലാവിധ ടെസ്റ്റുകളും കുറഞ്ഞ ചെലവിൽ ഇവിടെ നിന്നും ലഭ്യമാണ്. സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ നീതി മെഡിക്കൽ ലാബ് പ്രവർത്തിക്കുന്നു. സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമായ ഹില്ലി അക്വ കുപ്പിവെള്ളം ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്യുന്നത് സൊസൈറ്റിയാണ്. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. ജയ്പൂർ കളക്ഷൻസ് ആൻഡ് ഏജൻസീസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സമീപം കളരിക്കൽ ന്യൂ സിറ്റി ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ആദ്യ വിൽപ്പന നടത്തി. ഉദ്ഘാടനം പ്രമാണിച്ച് ആദ്യത്തെ 15 ദിവസത്തേക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് മാനേജ്മെന്റും സ്റ്റാഫും അറിയിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളിക്ക് ഓണസമ്മാനമായി ലേഡീസ്, കിഡ്സ്, ജെൻസ് വസ്ത്രങ്ങളുടെ വ്യത്യസ്തവും വിപുലവുമായ ശേഖരവുമായി ജയ്പൂർ കളക്ഷൻസ് ആൻഡ് ഏജൻസീസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സമീപം കളരിക്കൽ ന്യൂ സിറ്റി ബസാറിൽ പ്രവർത്തനം തുടങ്ങി. നിരവധി വിശിഷ്ട വ്യക്തികളുടെ മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഇവിടെ ഈ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ജയ്പൂർ കളക്ഷൻ ഇതിൻ്റെ ഉടമയ്ക്കും ഇതിൻ്റെ ബാക്കിയുള്ള ഇതിൻ്റെയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും ഇന്നത്തെ ഈ ദിവസം ഏറ്റവും നല്ല ഒരു ദിവസവും അതുപോലെ തന്നെ ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് വളരെ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിന്നും ജോസ് തോമസ് കളരിക്കൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ജയ്പൂർ ഒരു നല്ല രീതിയിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്തതിൽപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരംഗം വലുതാവുമ്പോഴും ഞങ്ങൾക്ക് വളരെയധികം സ്വന്തം മക്കൾ വലുതാവുമ്പോൾ നല്ല രീതിയിൽ വരുന്നതിനുള്ള സന്തോഷം പോലെയാണ്. ഏതായാലും ജമാലിനും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവിധ ഭാവവും നേരുന്നു, എല്ലാവിധ ആശംസകളും. 10 വർഷം മുമ്പ് തൊടുപുഴയിൽ ചെറുതായി തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് വളർച്ചയുടെ പടവുകൾ കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും കസ്റ്റമേഴ്സിനുള്ള പുഞ്ചിരിച്ചുകൊണ്ടുള്ള സമീപനവുമാണ് ഈ ഉയർച്ചയ്ക്ക് പിന്നിലുള്ളത്. ഈ സ്ഥാപനത്തിന്
ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും നേർന്നു നിർത്തുന്നു. ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും ചെയർപേഴ്സന് രാജു അതിനുള്ള ഞങ്ങളുടെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധികളായ അനിൽകുമാർ, ലിജോൺസ്, MB ഷിയാസ്, നാസർ സൈര, ഷെരീഫ്, സാലി എസ് മുഹമ്മദ്, ജഗൻ, ശിവദാസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സാരികൾ, സെറ്റ് സാരികൾ, സെറ്റ് ടോപ്പുകൾ, ചുരിദാർ മെറ്റീരിയൽ, ഷർട്ടുകൾ, ടീഷർട്ടുകൾ, ഡബിൾ മുണ്ടുകൾ, ജീൻസ് പാൻസ്, കിഡ്സ് വെയർ, കുർത്തീസ്, ടോപ്പ്, ലെഗിങ്സ്, ഷോർട്സ്, 3/4, നൈറ്റികൾ, ലൈനിംഗ്, ബെഡ്ഷീറ്റ്, കൈലിമുണ്ടുകൾ, കാവിമുണ്ടുകൾ തുടങ്ങി എല്ലാവിധ ലേഡീസ്, കിഡ്സ്, ജെൻസ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോൾസെയിൽ, റീറ്റെയിൽ മാർജിനുകളിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകുന്നു. ഉദ്ഘാടനം പ്രമാണിച്ച് ആദ്യത്തെ 15 ദിവസത്തേക്ക് എല്ലാ വസ്ത്രങ്ങൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും നൈറ്റി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് ഐറ്റംസ്, ട്രാക്ക് സ്യൂട്ടുകൾ, ബെഡ്ഷീറ്റുകൾ, പുതുപ്പ്, 3/4 ബോക്സർ, സ്കർട്ട്, ലൈനിംഗ്, ഷോൾ, കൈലി, കാവി, തോർത്ത്, സെറ്റ് സാരി, സെറ്റ് മുണ്ടുകൾ എന്നിവ ഹോൾസെയിലായി ഇവിടെ നിന്നും ലഭിക്കുമെന്നും മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 2 ദിവസങ്ങളിലായി അടിമാലിയിൽ നടന്നു വന്നിരുന്ന 5ാമത് സൗത്ത് ഇന്ത്യ സീനിയർ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. പുരുഷ വിഭാഗത്തിൽ കേരളവും വനിതാ വിഭാഗത്തിൽ തമിഴ്നാടും ജേതാക്കളായി. ശനി, ഞായർ ദിവസങ്ങളിലായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നു വന്നിരുന്നത്. സൗത്ത് ഇന്ത്യൻ റോൾ ബോൾ അസോസിയേഷൻ, കേരള റോൾ ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചപ്പോൾ പുരുഷ വിഭാഗത്തിൽ കേരളവും വനിതാ വിഭാഗത്തിൽ തമിഴ്നാടും ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ തമിഴ്നാട് 2ാം സ്ഥാനവും കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ 3ാം സ്ഥാനവും പങ്കിട്ടു. വനിതാ വിഭാഗത്തിൽ കേരളത്തിനാണ് 2ാം സ്ഥാനം. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങ് റോൾ ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് തപൻ ആചാരി ഉദ്ഘാടനം ചെയ്തു. വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ അധ്യക്ഷത വഹിച്ചു. കേരള റോൾ ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹൻ പിള്ള, റോൾ ബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PK രാജേന്ദ്രൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, സൗത്ത് ഇന്ത്യൻ റോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MP സുബ്രഹ്മണ്യം, കേരള സ്റ്റേറ്റ് റോൾ ബോൾ അസോസിയേഷൻ സെക്രട്ടറി സജി S, വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. മാതാ ഹയർ സർവീസസ് ആൻഡ് ഡെക്കറേഷൻസ് വണ്ണപ്പുറം പ്ലാന്റേഷൻ കവലയിൽ പ്രവർത്തനം പുനരാരംഭിച്ചു. പന്തൽ, പാഗോഡ ടെന്റ്, സ്റ്റേജ് ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, കേറ്ററിംഗ് സർവീസ്, ഇവന്റ് മാനേജ്മെന്റ് സേവനങ്ങൾ മുതലായവ ഏറ്റവും പുതുമയോടെ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുന്നു. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം കാളിയാർ സെന്റ് റീത്താസ് പള്ളി സഹവികാരി ഫാദർ ആന്റണി ചെറുവള്ളി നിർവഹിച്ചു. കഴിഞ്ഞ 1 ദശാബ്ദത്തിലേറെയായി വണ്ണപ്പുറം പ്ലാന്റേഷൻ കവലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തകരപ്പള്ളിൽ മാതാ ഹയർ സർവീസ് ആൻഡ് ഡെക്കറേഷൻസ് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നവീന ശൈലിയിൽ കൂടുതൽ സേവനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം പുനരാരംഭിച്ചു. പന്തൽ, പഗോഡ ടെന്റ്, സ്റ്റേജ് ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, കേറ്ററിംഗ് സർവീസ്, ഇവന്റ് മാനേജ്മെന്റ് സേവനങ്ങൾ മുതലായവ ഏറ്റവും പുതുമയോടെ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുന്നു.
സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം കാളിയാർ സെന്റ് റീത്താസ് പള്ളി സഹവികാരി ഫാദർ ആന്റണി ചെറുവള്ളിൽ നിർവഹിച്ചു. പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാൻ സകലേശ ദിവ്യാനുഗ്രഹമേ ഗണാനുഗ്രഹമേ ഗണമേ. നരരുടെ നിലവിൽ കേട്ടവനെ നരരെ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൽബർട്ട് ജോസ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു കുന്നത്തുശ്ശേരിൽ, വാർഡ് മെമ്പർ ഇസബെല്ല ജോഷി, ജോയി ജെയിംസ് തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അതിവിപുലമായ സൗകര്യങ്ങളോടുകൂടി വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. മണ്ണപ്പുറത്തെ പൊതുവായ പ്രവർത്തന മേഖലകളിൽ 10 വർഷത്തോളമായി സജീവ സാന്നിധ്യമായിരുന്ന പ്രസ്ഥാനം ഇനിയും അതിൻ്റെ അത്യുന്നതങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടിന് വേണ്ട സേവനങ്ങളിൽ എല്ലാ സമയത്തും ഇത് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടാകണമെന്നും അതിൻ്റെ എല്ലാ അനുഗ്രഹവും ജ്യോതിഷം നൽകട്ടെ എന്നും ആശംസിക്കുന്നു. മാതാ ഡെക്കറേഷൻസ് കുറച്ച് നാളത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും വീണ്ടും അത് പൂർവാധികം ശക്തിയോടുകൂടി ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഭംഗിയെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മുടെ വീണ്ടും നമ്മൾ ഈ സംവിധാനം വീണ്ടും പൂർവ്വശക്തിയോടുകൂടി ഇന്നേ ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എല്ലാവരെയും സഹായം നടത്തിക്കൊണ്ട് നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുന്നതുകൊണ്ട് എല്ലാ സഹായ സഹകരണം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും നന്നായി വരണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് അറിയാം, കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുവാനും പ്ലാന്റേഷൻ കവലയെ സംയോജിപ്പിക്കുന്നതിനും പ്ലാന്റേഷൻ കവലയിലെ ജനങ്ങളുടെ മറ്റ് എന്താവശ്യങ്ങളാണെങ്കിലും പ്രവചിച്ചിട്ട് സഹായങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ അംഗീകാരമുള്ള സ്ഥാപനമായി പേരുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്ന മാതാ നല്ല രീതിയിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. പന്തൽ, പക്കോട ടെന്റ്, സ്റ്റേജ് ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇവന്റ് മാനേജ്മെന്റ് സേവനങ്ങൾക്കൊപ്പം മേശ, കസേര, ഫാൻ, പടുത, പോഡിയം, പത്രങ്ങൾ, കാർപ്പറ്റ്, ഗ്യാസ് സ്റ്റവ് മുതലായവ വാടകയ്ക്കും ലഭ്യമാക്കുന്നു. യന്ത്രം ഉപയോഗിച്ച് കാടുവെട്ട്, പായൽ ക്ലീനിംഗ്, കിണർ വൃത്തിയാക്കൽ, കോൺക്രീറ്റ് കട്ടിംഗ്, ആംബുലൻസ്, മൊബൈൽ ഫ്രീസർ മുതലായ സേവനങ്ങളും ലഭ്യമാണ്. മൺപാത്രങ്ങളും ചെടിച്ചട്ടികളും വിൽപ്പനയ്ക്കായും ലഭ്യമാണ്. നാളിതുവരെ നൽകിയ സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. എൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം താൽക്കാലികമായി നിർത്തിയിരുന്ന ഈ സ്ഥാപനം മാതാ ഗൈഡ് സർവീസസ് ആൻഡ് ഡെക്കറേഷൻസ് എന്ന സ്ഥാപനം വീണ്ടും ഞാൻ ഇന്നു മുതൽ പഴയ രീതിയിൽ തന്നെ പുനരാരംഭിക്കുകയാണ്. എല്ലാവരുടെയും ഇതുവരെ എനിക്ക് തന്ന എല്ലാ സഹായവും സഹകരണവും മേലിലുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിസിനസ് ഡെസ്ക്, BBC ന്യൂസ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വെജിറ്റബിൾ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു. കഞ്ഞിക്കുഴി CDSന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ JLG ഗ്രൂപ്പുകളുടെ വിഷരഹിത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നേച്ചേഴ്സ് ഫ്രഷ് അഗ്രി കിയോസ്കുകളുടെ പ്രവർത്തനം. സംഘകൃഷി ഗ്രൂപ്പുകളിൽ നിന്നും ലഭ്യമാകുന്ന പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയോടൊപ്പം കുടുംബശ്രീ മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന പാൽ, മുട്ട, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും കിയോസ്കിൽ നിന്ന് ലഭ്യമാകും. ജില്ലയിലെ 5ാമത് ഷോപ്പാണ് കഞ്ഞിക്കുഴിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗിൽ നടന്ന പരിപാടിയിൽ CDS ചെയർപേഴ്സൺ ബിന്ദു സലിം കുമാർ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് ജില്ലാ മിഷൻ ഇടുക്കി കഞ്ഞിക്കുഴി CDSന് കിയോസ്ക് അനുവദിച്ചിട്ടുള്ളത്. ഈ കിയോസ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഞാനടങ്ങുന്ന ഓരോ കുടുംബശ്രീ അംഗങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ കിയോസ്കിൻ്റെ മികവ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.
കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. DMC മിനി CR ആദ്യ വിൽപ്പന നടത്തി. ചിഞ്ചു വി ചെല്ലം, ഗീതു PV, പുഷ്പ തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ അശോകൻ, സുകുമാരൻ കുന്നുംപുറത്ത്, ശശി കന്യാലിൽ, ബിജു പുരുഷോത്തമൻ, ദിലീപ് ET, സിജോമോൻ MG, വാവച്ചൻ പെരുവിലങ്ങാട്ട്, ഉമാ സുനിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചീനിക്കുഴി സാന്റ് ജോസ് ഹോം വൃദ്ധജന സംരക്ഷണ ഭവനം 1ാം വാർഷികം ആഘോഷിച്ചു. സാമ്പത്തികമായി വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്നവർക്കും സ്വന്തമായി യാതൊന്നുമില്ലാത്തവർക്കും യോഗ്യമായ വാസസ്ഥാനമാണ് സാന്റ് ജോസ് ഹോം. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കലിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ചിപ്പാലിൽ നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സോളാർ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകത്തക്ക വിധം വളരെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സ നൽകാൻ ഉദ്ദേശിക്കുന്ന സാന്റ് ജോസ് ക്ലിനിക്കിന്റെ പ്രവർത്തനോദ്ഘാടനം അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിന്റെ സെന്റ് ജോസഫ്സ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ റിറ്റി ഫ്രാൻസിസ് നിർവഹിച്ചു. ചീനിക്കുഴി സാന്റ് ജോസ് ഹോം വൃദ്ധജന സംരക്ഷണ ഭവനം 1ാം വാർഷികം ആഘോഷിച്ചു. വാർദ്ധക്യത്തിന്റെയും രോഗത്തിന്റെയും വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നവരും കുടുംബതലത്തിൽ വേണ്ടത്ര ശ്രദ്ധയും പരിചരണവും സംരക്ഷണവും ലഭിക്കാൻ അവസരമില്ലാത്തവർക്കും ആവുമിതം അവ നൽകാനും വ്യത്യസ്ത ജോലികളിൽ നിന്നും വിരമിച്ചവർക്ക് ശിഷ്ടകാലം നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാനും സാഹചര്യമൊരുക്കാനായി പ്രതിജ്ഞാബദ്ധമായി അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസിനി സമൂഹമാണ് സാന്റ് ജോസ് ഹോം ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴ താലൂക്കിൽ ഉടുമ്പന്നൂർ വില്ലേജിൽ ചീനിക്കുഴിയിൽ രൂപം കൊണ്ട സാന്റ് ജോസ് ഹോം സീനിയർ സിറ്റിസൺസ് ഫോറം ഇന്ന് അതിന്റെ 1ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ നിറവിലാണെന്ന് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോസ് വരിക്കമാക്കൽ പറഞ്ഞു. ഇവിടെ ഉള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കത്തോലിക്കരായ ആളുകൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. വൈകുന്നേരം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സൗകര്യമുണ്ട് വിശ്വാസത്തിൻ്റെ തലത്തിൽ. പിന്നെ ശാരീരിക മാനസിക ആരോഗ്യ തലത്തിൽ നമുക്ക് ഇവിടെ ഒരു റെസിഡൻറ്റ് ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, ഫാർമസിസ്റ്റുണ്ട്. പിന്നെ യോഗ പ്രാക്ടീസ് എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിനുള്ള സൗകര്യമുണ്ട്. റെസിഡൻറ്റ് കൗൺസിലറുണ്ട്. അതോടൊപ്പം തന്നെ അത്യാവശ്യമുള്ളവരെ ഗൗരവമായ രോഗാവസ്ഥയിൽ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് സ്വന്തമായിട്ട് ആംബുലൻസ് ഉണ്ട്. പിന്നെ പല രീതിയിലുള്ള സാമാന്യം നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം ഈ സ്ഥാപനത്തോടനുബന്ധിച്ചുണ്ട്. ശ്രദ്ധേയമാവണം നമ്മളൊരു ക്ലിനിക്ക് ഇന്ന് ആരംഭിക്കുകയാണ്. ആ ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ നമുക്ക് ഡോക്ടേഴ്സ്, നേഴ്സ്, ഫാർമസിസ്റ്റൊക്കെ ഉണ്ട്. ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് OP എന്ന രീതിയിൽ ഒന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തി അത്യാവശ്യ മരുന്നുകൾ ലഭിക്കാനുള്ള സൗകര്യം, അതായത് ആശുപത്രിയിൽ പോകുന്ന ആ ഡോക്ടറുടെ ഫീസ്, മറ്റു കാര്യങ്ങൾ എല്ലാം അങ്ങനെയുള്ള ഭീമമായ ചിലവുകൾ താങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് ഉള്ള ആളുകൾക്ക്, സാധാരണക്കാരും താഴെയുള്ളവർക്ക് ഒരു സേവനം നൽകുക എന്ന രീതിയിലാണ് നമ്മളത് ആരംഭിച്ചത്. ഇതെല്ലാം പരമാവധി കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതുപോലെ മാസത്തിലൊരിക്കൽ രക്തപരിശോധന, പ്രമേഹ രോഗികൾക്ക് ഭക്ഷണത്തിന് മുൻപ്, ഭക്ഷണത്തിന് ശേഷമുള്ള രക്തപരിശോധന, അതുപോലെ രക്തസമ്മർദ്ദത്തിന് പരിശോധന, ഇതെല്ലാം നടത്താനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതും വളരെ തുച്ഛമായ ഫീസ് മാത്രം ഈടാക്കി ഒന്നുമില്ലാത്തവരിൽ നിന്ന് ഒന്നും വാങ്ങാതെ ആണ് ഇത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രവർത്തന ചുറ്റുപാട്. സാമ്പത്തികമായി വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്നവർക്കും സ്വന്തമായി യാതൊന്നും ഇല്ലാത്തവർക്കും യോഗ്യമായ വാസസ്ഥലമാണ് സാന്റ് ജോസ് ഹോം. 24 മണിക്കൂറും ശ്രദ്ധയും പരിചരണവും നൽകാൻ സന്നദ്ധരായ ഡോക്ടറും നേഴ്സും ഫാർമസിസ്റ്റും ഉൾപ്പെടുന്ന മെഡിക്കൽ ടീം, പോഷക ഗുണമുള്ള ഭക്ഷണം, കത്തോലിക്കരായവർക്ക് എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും മറ്റ് ആത്മീയ അനുഷ്ഠാനത്തിനും ഉതകുന്ന മനോഹരമായ ചാപ്പൽ, ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിൽ ഏറെ പ്രയോജനം നൽകുന്ന കൗൺസിലിംഗ് സെന്റർ, ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള യോഗ ട്രെയിനറുടെ ശിക്ഷണത്തിൽ പ്രതിദിന യോഗാഭ്യാസം തുടങ്ങി വ്യത്യസ്ത സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതായി ഡയറക്ടർ സിസ്റ്റർ ക്ലെറ്റി ഫ്രാൻസിസ് ASMI അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കലിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ചാപ്പലിൽ നടന്നു.
പൗലോസ്ലീഹായുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. സഭ ഒരു ശരീരമാണ്. ഈശോ ശിരസും സഭ അവിടുത്തെ ശരീരവുമാണ് എന്നുള്ള ആ ദൈവശാസ്ത്ര ദർശനമാണ് പൗലോസ്ലീഹ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ പ്രായോഗികമായ ഉദാഹരണങ്ങൾ ചേർത്തുകൊണ്ട് നമ്മളോട് പറയുന്നത്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അത് ഒരു വ്യക്തിയായിട്ട്, ഒരു ശരീരമായിട്ട് ആയിരിക്കുന്നത്. എല്ലാ അവയവത്തിനും അതിൻ്റെ റോളുണ്ട്. ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ എല്ലാ അവയവങ്ങളും വേദനിക്കും. ആ ചേച്ചിയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൈയല്ലേ പ്രശ്നം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. ആ കൈയുടെ വേദന ശരീരം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്, മനസ്സും അനുഭവിക്കുന്നുണ്ട്. അതുപോലെയാണ് സഭയും. സഭയിൽ എവിടെയെങ്കിലും ഒരിടത്തൊരു വേദനയുണ്ടായാൽ അത് നമ്മുടെ മുഴുവനും വേദനയാണ്. നമ്മൾ മുഴുവനും അതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കേണ്ടവരുമാണ്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി സ്ഥാപനത്തിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതി നൽകാൻ പര്യാപ്തമായ സോളാർ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ മെച്ചപ്പെട്ട സേവനം നാടിന് ലഭ്യമാകുന്ന തരത്തിൽ ഒട്ടേറെ ആളുകൾക്ക് ആശ്വാസകരമാകുന്ന തലത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം ഉയരുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അഭ്യന്തരായ സിസ്റ്റേഴ്സിനും അച്ഛനും ഒക്കെ വളരെയധികം നന്ദി ഞാൻ ജനപ്രതിനിധി എന്ന മുതലിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രദേശത്താണ് അല്ലെങ്കിൽ ഈ മേഖലയ്ക്കാകെയും വളരെ ഗുണകരമാണ്. പൊതുവിൽ ഇവിടെയുള്ള ആളുകൾക്കും ഇവിടെ താമസിക്കാനും ഇവിടുത്തെ ഇതായ സൗകര്യങ്ങൾ ഉപയോഗിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടെങ്കിലും ഉടുമ്പന്നൂർ കേന്ദ്രീകരിച്ച്, തൊടുപുഴ കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനം വരുന്നത് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥിതി അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമാകുന്ന ഒരു അനുഭവം ഈ നാട്ടുകാർക്ക് കൂടി ലഭിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. നല്ല നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകട്ടെ. സോളാർ പവർ പ്ലാന്റിന്റെ നിർമ്മിതിയെക്കുറിച്ച് വർക്ക് ഏറ്റെടുത്ത് നടത്തിയ വാട്സൺ എനർജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രോജക്ട് മാനേജർ അസ്ലാം BBC-യോട് പ്രതികരിച്ചു. ഒരു ദിവസം അപ്രോക്സിമേറ്റ്ലി 200 to 250 യൂണിറ്റ് വൈദ്യുതി ജനറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്, ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. അതായത് ഇവിടെ നെറ്റ് സീറോ ബില്ലിംഗ് ആണ്. നെറ്റ് സീറോ ബില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി യൂസ് ചെയ്യുന്നതിനായിട്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് 1 രൂപ പോലും ഇവിടെ നിന്നേണ്ടി വരില്ല. സാൻജോസ് ഹോമിൽ KSBയിലേക്ക് അടക്കേണ്ടി വരില്ല. ആകെ ഫിക്സഡ് ചാർജ് മാത്രമാണ് അടക്കേണ്ടി വരിക. അതായത് ഈ സ്ഥാപനത്തിന് വേണ്ട ഇലക്ട്രിസിറ്റി ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്യണം. നമുക്കറിയാലോ, ഈ ഇപ്പം വരുന്നൊരു കാലഘട്ടത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുകയാണെങ്കിൽ കാർബൺ എമിഷൻ ഇല്ലാതെ നമുക്ക് വേണ്ട എനർജി നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഇവർ തന്നെ ജനറേറ്റ് ചെയ്യാണ്. പൂർണ്ണമായും റിന്യൂവബിൾ എനർജി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർബൺ എമിഷൻ സീറോ ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് സാൻജോസ് ഹോമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 540 വാട്ടിൻ്റെ 93 പാനൽസാണ്. 93 പാനൽസ് വെച്ചിട്ടാണ് നമ്മൾ ന്യൂസിൻ്റെ പാനൽസ് വെച്ചിട്ടാണ് ഈ പവർ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വരുന്ന ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ സോളസ് എന്ന് പറയുന്ന ഒരു മേക്കിൻ്റെ സോളസിൻ്റെ ഇൻവെർട്ടറാണ് വെച്ചേക്കുന്നത്. ഇതിനെ തന്നെ നമ്മൾ ഓൺലൈൻ മോണിറ്ററിംഗ് സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ റൂഫ് ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്കുള്ള വാക്ക് വേയും അതിൻ്റെ AC ക്ലീനിങ് ആയിട്ടുള്ള ടെക്നിക്കൽ പരമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകും വിധം വളരെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സ നൽകാൻ ഉദ്ദേശിക്കുന്ന സാൻജോസ് ക്ലിനിക്കിന്റെ പ്രവർത്തനോദ്ഘാടനം അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിന്റെ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ റിറ്റി ഫ്രാൻസിസ് നിർവഹിച്ചു. അശരണരും ഏറ്റവും വേദനിക്കുന്നവരുമായ ഇന്ന് സമൂഹത്താൽ തിരസ്കരിക്കപ്പെടുന്ന പല ആൾക്കാർക്കും സഹായം നൽകുന്നതിനും രോഗീ ശുശ്രൂഷ നൽകുന്നതിനും അവരുടെ ജീവിത സായാഹ്നം ഏറ്റവും സന്തോഷപ്രദമാക്കിക്കൊണ്ട് അവർ ജീവിതയാത്ര തുടരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ യാത്ര മാത്രം പോരാ, അതോടൊപ്പം മാനസികമായ ഉല്ലാസവും ശാരീരികമായ ഊർജവും നൽകിക്കൊണ്ട് അവരുടെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമാക്കുവാനും അനുഗ്രഹപ്രദമാക്കുവാനും അങ്ങനെ ജീവിത സായാഹ്നത്തിൽ സന്തോഷത്തോടെ ചെലവഴിക്കുന്നതിനുമായി നമ്മൾ ഇന്നിവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം മാനസികമായ ആരോഗ്യത്തിന് വേണ്ടി കൗൺസിലിംഗ് സെൻ്ററും ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇനിയും വികസനത്തിൻ്റെ നീണ്ട പാതയിൽ പോകുവാനുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. സാൻജോസ് ഹോമിന്റെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസിന്റെ സേവനവും സാൻജോസ് കൗൺസിലിംഗ് സെന്ററിന്റെ സേവനവും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നു. മാസത്തിൽ ഒരിക്കൽ പ്രമേഹ രോഗികൾക്ക് രോഗാവസ്ഥയെ വിലയിരുത്താൻ സഹായിക്കുന്ന രക്തപരിശോധനകളും
രക്തസമ്മർദ്ദ പരിശോധനകളും സാൻ ജോസ് ഹോമിന്റെ പുതിയ പ്രവർത്തന മേഖലകളാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കർഷക യൂണിയൻ അറക്കുളം മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക ദിനാചരണം കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ നവീകരിച്ച സ്ഥാപനം തൊടുപുഴ പാലാ റോഡിൽ ഗാന്ധി സ്ക്വയറിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ YWCAയുടെ നേതൃത്വത്തിൽ ഇൻസ്പയർ ആൻഡ് ഇഗ്നൈറ്റ്സ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. YWCA നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആനി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദസഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചയൊരുക്കി തൊടുപുഴ ഒളമറ്റം ഉറവപ്പാറ മലനിരകളിൽ പൂപ്പാടം. ഉറവപ്പാറയ്ക്ക് മുകളിലെ പത്മ വില്ലേജിലാണ് ഓണപ്പൂക്കളം ഒരുക്കുന്നതിനായി നട്ടുവളർത്തിയിട്ടുള്ള പൂപ്പാടം ഏവരെയും ആകർഷിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.